അപ്പം ഇൻഷാ അല്ലാഹ് വിശുദ്ധമാകുന്ന ഖുർആനിൻ്റെ ചെറിയ ചെറിയ വരികളാണ് നമ്മളിന്ന് പറഞ്ഞത്. അപ്പം ഇത് രണ്ട് രൂപത്തിൽ നമ്മൾ വായിച്ചു. അതായത് ഒന്ന്, നമ്മൾ എഴുതുമ്പോൾ ഇപ്പം ഈ കാണുന്ന രൂപത്തിൽ തന്നെ എഴുതണം. പക്ഷെ പറയുമ്പോൾ അതിന് അവസാനം നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. പിന്നെ അത് മാത്രമല്ല, അല്ലാഹ് എന്ന വേർഡ് പല സ്ഥലത്തും പല രൂപത്തിലേക്കാണ്. ഇവിടെ നിങ്ങൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഖലഖല്ലാന്ന് ഖലഖല്ലാ എന്ന് പറഞ്ഞോ ഇല്ല. അപ്പൊ എവിടെയാണ് ലാ വരിക, എവിടെ അല്ലാ വരിക, അതും ഇതിൽ നിന്ന് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കണം. ഓക്കെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ എഴുത്ത് ഏത് രൂപത്തിലാണ് നല്ലോണം നോക്കുക. ഹറക്കത്തുകൾ അനുസരിച്ചാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. പക്ഷെ ഇത് വായിക്കുമ്പോൾ എഴുതുമ്പോൾ ഈ ഹറക്കത്തുകളൊക്കെ ഉണ്ടാവണം. അതായത് ഇപ്പം നിങ്ങൾ എഴുതുകയാണ് ബിസ്മില്ലാഹി എന്ന്, അപ്പോൾ ഇതും 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 ഒക്കെ വേണം. പക്ഷെ പറയുമ്പോൾ ഏത് വേണ്ട, ഈ അവസാനത്തെ ഹീ എന്ന് പറയില്ല. അതാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞത്. അപ്പം നിങ്ങളെല്ലാവരും രണ്ട് രൂപത്തിലും പുസ്തകം വായിക്കുകയാണ്. നിങ്ങളിത് ഏറ്റു വായിക്കുവോ? ഉഷാറായിട്ട് വായിക്കുവോ? നോക്കിക്കൊള്ളുന്ന ബിസ്മില്ലാഹി. അത് എഴുതുമ്പോൾ അങ്ങനെ എഴുതണം. ഇനി അത് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ മതി. ബിസ്മില്ലാഹ് 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 എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഹീനെ പറഞ്ഞോ ഇല്ല. അങ്ങനെയാണ് നമ്മൾ വായിക്കേണ്ടത്. ഓക്കെ, എന്നാ ഞാൻ വായിച്ചു നോക്കിയല്ലേ? റെഡി അല്ലേ? ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹുസ് സമദ് അല്ലാഹുസ് സമദ് ആമന്തു ബില്ലാഹ് ആമന്തു ബില്ലാഹ് ഖലഖല്ലാഹ് ഖലഖല്ലാഹ് ബിഫളില്ലാഹ് ബിഫളില്ലാഹ് ഫീ ദീനില്ലാഹ് ഫീ ദീനില്ലാഹ് ഖുദ്റത്തുല്ലാഹ് ഖുദ്റത്തുല്ലാഹ്. നിങ്ങളെ എഴുത്തിൽ ബിസ്മില്ലാഹി പറയുമ്പോൾ ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹി എഴുതുമ്പോൾ ഉണ്ടാകും, പറയുമ്പോൾ അൽഹംദുലില്ലാഹ്. അല്ലാഹു സമദു എന്ന് എഴുത്തിലുണ്ടാകും, പക്ഷെ പറയുമ്പോൾ അല്ലാഹു സമദ്. ആമന്തു ബില്ലാഹി എന്ന് എഴുതുമ്പോൾ ഉണ്ടാകും, പറയുമ്പോ ആമന്തു ബില്ലാഹ്. ഖലഖല്ലാഹു എന്ന് എഴുത്തിലുണ്ടാകും, പറയുമ്പോ ഖലഖല്ലാഹ്. ബിഫളില്ലാഹി എന്ന് എഴുത്തിലുണ്ടാകും, പറയുമ്പോ ബിഫളില്ലാഹ്. ഫീ ദീനില്ലാഹി എന്ന് എഴുത്തിലുണ്ടാകും, പറയുമ്പോ ഫീ ദീനില്ലാഹ്. ഖുദ്റത്തുല്ലാഹി എന്ന് എഴുത്തിലുണ്ടാകും, പറയുമ്പോ ഖുദ്റത്തുല്ലാഹ്. ഇനി നിങ്ങൾ ഇതിന് മനസ്സിലാക്കേണ്ട എന്താ അറിയോ? അല്ലാ എന്നതിന്റെ മുമ്പ് കെസറ് വന്നാൽ നോക്കിക്കോട്ടോ, അല്ലാ എന്നുള്ളതിന് തൊട്ടു മുമ്പുള്ള അക്ഷരത്തിന് കെസറ് വന്നാൽ പിന്നെ നമ്മൾ എങ്ങനെ വായിക്കാൻ പാടുള്ളൂ? ബിസ്മില്ല എന്നുള്ള ശബ്ദം വരിക. ബിസ്മില്ല പറയാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ നിങ്ങൾ നോക്കി, അല്ലാ എന്നതിന്റെ മുമ്പ് കെസറിലോടത്തൊക്കെ ലാ എന്ന ശബ്ദീകാരം ഉണ്ടാവുക. നോക്കികള്, അൽഹംദു ലില്ലാ കണ്ടോ, മുമ്പ് കെസർ വന്നു, അപ്പൊ ലില്ലാ എന്ന് പറഞ്ഞു. ഇനി ഇവിടെ ആമന്തു ബില്ലാ കണ്ടോ,
ബായിന് കെസ്ര വന്നപ്പോ ബില്ലാ എന്നായി. ഫീ ദീനില്ല, നോക്കി നിങ്ങള്, അള്ളാഹ് എന്നതിന് മുമ്പ് കെസ്ര വന്നപ്പോ ദീനില്ല. ഇവിടെ നോക്കി ബി ഫളില്ല, അള്ളാഹ് എന്നതിന് മുമ്പ് കെസ്ര വന്നപ്പോ ബി ഫളില്ല. ഇവിടെ ഒന്നും എന്ത് പറയാൻ പറ്റൂല, ബി ഫളില്ല പറയാൻ പറ്റുമോ, ഫീ ദീനില്ല പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ അൽഹംദുലില്ലാ പറയാൻ പറ്റുമോ? അല്ലാഹ് എന്ന വാക്കിന്റെ മുമ്പ് കെസ്റാണെങ്കിൽ അവിടുത്തെ ശബ്ദം അല്ലാ എന്നാവണം. അതാണ് ബിസ്മില്ലാ അൽഹംദുലില്ലാ ആമന്തു ബില്ലാ ബിഫളില്ലാ ഫീ ദീനില്ലാ. അള്ളാഹ് എന്നതിന് മുമ്പ് ഫതഹോ ദമ്മോ ആണെങ്കിലോ, ഇവിടെ അള്ളാഹ് എന്നതിന് മുമ്പ് ഫതഹാണ്. ഫതഹ് വന്നാൽ പിന്നെ എങ്ങനെ പറയാ, ഖലഖല്ലാഹ്. അപ്പൊ ഖലഖല്ലാ പറയോ, അള്ളാഹ് എന്നാ പറയാ, ഖലഖല്ലാഹ്. നോക്കിയാള്, അതുപോലെ തന്നെ അള്ളാഹ് അല്ല എന്നല്ല പറയാ, ആദ്യം ഫതഹാണ്, അപ്പൊ അള്ളാഹ് എന്നാ പറയാ. ഇവിടെ നോക്കി ഖുദ്റത്തുല്ലാഹ്, അള്ളാഹ് എന്നുള്ളതിന് മുമ്പ് ലമ്മാണ്, ലമ്മ വന്നാല് ഖുദ്റത്തുല്ലാഹ്, തുല്ല വരാൻ പാടില്ല, ഖുദ്റത്തുല്ലാഹ്. ഈ രൂപങ്ങളും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇൻഷാ അല്ലാഹ് ഖുർആൻ ഓതുമ്പോൾ ഇതൊക്കെ നമുക്ക് ഉപകാരപ്പെടും. കെസ്റാണെങ്കിൽ ല എന്നുള്ള ശബ്ദം, ഫതഹോ ലമ്മോ ആണെങ്കിൽ ല എന്നുള്ള ശബ്ദം, അതും കൂടി നമ്മളിത് വായിക്കുമ്പോൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. എല്ലായിടത്തും ഒരേപോലെ അല്ലല്ലോ, എല്ലാത്തിലും അല്ല ഉണ്ട്, എല്ലാ വാക്കിലും അല്ല ഉണ്ട്. പക്ഷെ എല്ലായിടത്തും നമ്മൾ അല്ലാ എന്നാണോ പറഞ്ഞത്? അല്ല. ചിലയിടത്ത് അല്ല പറഞ്ഞു. ബിസ്മില്ലാ അല്ലാഹ്, അള്ളാഹു സമോടത്ത് അല്ലാഹു സമ എന്ന് പറഞ്ഞ് അള്ളാഹു സമ. ഇത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, വായിക്കണം. ഓക്കെ, ഇൻഷാ അല്ലാഹ്.